ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബൈക്ക് റൈഡ് അല്ല, ഇന്നൊരു വ്യത്യസ്തമായ ബോട്ട് റൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പൂവാറാണ് കേട്ടോ ഗൈസ് ഉള്ളത്. അപ്പോൾ പൂവാറുള്ള ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മളിത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ബോട്ടിൽ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ നിന്ന് ലഞ്ച് കഴിക്കുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇന്ന് രാവിലെ. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു അടിപൊളി സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഗൈസ് എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തത് പൂവാറുള്ള കാരക്കാട് റിസോർട്ട്സിന്റെ ബോട്ട് ക്ലബിൽ നിന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവാറിന്ന് നമ്മൾ ഉച്ചക്കട പോകുന്ന റോഡ് പൂവാറ് പാലം കയറി ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് റൈറ്റിലോട്ട് ഇരിക്കുന്ന സ്റ്റീപ്പ് ഇറക്കമാണ് കേട്ടോ ഗൈസ്. ആ ഒരു ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ബോട്ട് ക്ലബ്ബാണ് കാരക്കാട് റിസോർട്ട്സിന്റെ ബോട്ട് ക്ലബ്ബ്. ഇന്ന് പിന്നെ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇന്ന് ഇപ്പോൾ ഒരു ഉച്ച ടൈമാണ്. എന്നിട്ടും ഒരു 3 ബോട്ട് കംപ്ലീറ്റ് ഗസ്റ്റുമായിട്ട് ഇപ്പോഴും ബോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഒരു ഈവനിങ് ടൈം നിങ്ങൾ ബോട്ടിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു പ്രോപ്പർ. കാര്യം ഒരു ചൂടൊക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞിരിക്കും കേട്ടോ ഗൈസ്. പിന്നെ ഈ ബോട്ടിൽ പോകുമ്പോൾ നമ്മൾ വലുതായിട്ട് ചൂട് അറിയത്തില്ല. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാറിന്റെ കണ്ടൽ കാടുകളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മൾ ഇതേപോലെ കണ്ടൽ കാടുകളുടെ അകത്തൂടെ ഈ ബോട്ടിൽ നമ്മളെ കൊണ്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ കാരക്കാട് റിസോർട്ട്സിന്റെ ബോട്ട് ക്ലബിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജസ് സെലക്ട് ചെയ്ത് ബോട്ടിംഗ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ഒരു ബോട്ടിൽ 7 പേരാണ് മാക്സിമം കപ്പാസിറ്റി. പിന്നെ അവർ സേഫ്റ്റി ജാക്കറ്റ്സും ബാക്കി നമ്മുടെ സേഫ്റ്റി എല്ലാം ഫസ്റ്റ് പ്രയോറിറ്റി നൽകിക്കൊണ്ടാണ് ഈ ബോട്ടിംഗ് നടത്തുന്നത്. പിന്നെ അത് മാത്രമല്ല, ഡിഫറെൻറ്റ് പാക്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ അനുസരിച്ച് ഈ ബോട്ടിങ്ങിൻ്റെ റേറ്റ്സിന് വ്യത്യാസം വരും. ഇപ്പോൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനെ ഡിഫറെൻറ്റ് ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മുടെ ഈ പാക്കേജസിന് ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ബോട്ടിങ്ങിൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂവാറ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ബോട്ടിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എസ്പെഷ്യലി VR മലയാളിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അവർ ഡിസ്കൗണ്ടും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്നതാണ് പൊഴിക്കര കേട്ടോ ഗൈസ്. ഈ പൊഴിക്കരയിൽ നമ്മൾ ഈ ബോട്ടിങ്ങിന്റെ സമയത്ത് നമ്മൾ അവരിവിടെ കൊണ്ട് ഇറക്കുന്നതായിരിക്കും ഈ പൊഴിക്കര. അപ്പോൾ നമുക്ക് ഈവനിങ് ഒരു സൺസെറ്റ് ഒക്കെ നമുക്ക് ഈ പൊഴിക്കര നിന്ന് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മളത് ഇപ്പം ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തിന്റെ ഹാർഡ് വർക്കാണ് കേട്ടോ ഗൈസ് ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ ഇതിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. പുള്ളിക്കാരൻ അത്ര കഷ്ടപ്പെട്ടാണ് ഇത് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് അപ്രൂവലൊക്കെ മേടിച്ച് ഇവിടെ ഇറക്കിയത് കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടുന്നതെന്ന് പറയുമ്പോൾ പൊഴിക്കരയിലോട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറി നോക്കാം. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സീ ഫുഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കയറി റെസ്റ്റോറൻ്റൊക്കെ ഒന്ന് മൊത്തത്തിൽ കണ്ട് നമുക്ക് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഗൈസ്.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ കേട്ടോ ഗൈസ്. അപ്പോൾ അവർ ഭയങ്കര മനോഹരമായിട്ടാണ് അവരിതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അറ്റ് എ ടൈം ഒരു 35-40 പേർക്ക് ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു പൊഴിക്കരയുടെ ക്ലിയർ വ്യൂ ആണ് കേട്ടോ ഗൈസ്. ആ പൊഴിക്കരയുടെ അപ്പുറത്തെ സൈഡ് കടലാണ്. അപ്പോഴത്തേക്കും ആ ഒരു കടലിൻ്റെ സൗണ്ടും നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. പിന്നെ അതുമാത്രമല്ല നമുക്ക് എപ്പോഴും ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ആ ഒരു കാറ്റും പിന്നെ ആ ഒരു കടലിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ ഗൈസ്. അപ്പം ഒരു പ്രത്യേക ഫീല് തന്നെയാണ് നമ്മളിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇതേ ഗൈസ്, ഈ ഫ്രണ്ടിൽ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് പൂവാറ് തന്നെ ബോട്ടിങ്ങിന് വന്ന ഗസ്റ്റുകൾ ഇവിടെ വന്ന് ഫുഡിന് ഓർഡർ കൊടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഗൈസ്. നമ്മൾ ബോട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ഇവിടെ ഓർഡർ കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ സീ ഫുഡ്സ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ അന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇതേപോലെ അവർ കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചു തരും കേട്ടോ ഗൈസ്. നല്ല പെടക്കണ ഞണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് നേരിൽ കണ്ട് ചെക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഇവിടെ ഓർഡർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ഈ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ ഈ 1 മണിക്കൂർ ബോട്ടിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. ബോട്ടിംഗ് കഴിഞ്ഞ് വന്ന് നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ദേ കാണുന്നതാണ് കരിമീൻ. അതുപോലെ തന്നെ നമുക്കിവിടെ ഫ്രഷ് കൊഞ്ച്, പിന്നെ അതുപോലെ തന്നെ ചെമ്പല്ലി, പിന്നെ അങ്ങനെ ഒരുപാട് സീ ഫുഡ്സിന്റെ ഒരു സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അത്രയ്ക്ക് വൈഡ് വെറൈറ്റി ഓഫ് സീ ഫുഡ്സ് ആണ് നമുക്ക് കിട്ടിയത് ഇവിടെ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഫ്രഷ് മീനും സീ ഫുഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. ഇനി നല്ല വിശപ്പുണ്ട് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യുകയാണ്. നമ്മൾ എന്തായാലും ഒരു മീന് പൊള്ളിച്ചത്, ആവോലി പൊള്ളിച്ചത് ഓർഡർ ചെയ്യുകയാണ്. ആവോലി പൊള്ളിച്ചതും പിന്നെ പ്രോൺസ് മസാലയും പിന്നെ ഫ്രൈഡ് റൈസും പിന്നെ കുറച്ച് ചപ്പാത്തി പൊറോട്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഗൈസ് നമ്മൾ. അപ്പം ഒരു ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അത്ര അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഫിഷ് പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. നല്ല സോഫ്റ്റും അകത്തെ ഫ്ലഷൊക്കെ നല്ല വെന്ത് ആ ഒരു മസാലയും ഒരു പ്രത്യേക ഒരു മസാല തന്നെയായിരുന്നു കേട്ടോ ഗൈസ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പ്രോൺസ് മസാലയുടെ ടേസ്റ്റും എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും പൂവാറ് വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഗൈസ് ഈ കിങ് ഫിഷർ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ ബോട്ടിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ ബോട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മസ്റ്റായിട്ടും ഇവിടെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോട്ട് ചെയ്യാം. പിന്നെ തിരിച്ചു വന്ന് വീണ്ടും ഇവിടുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഗൈസ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ബാൽക്കണി. ഇവരുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിന് ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി ഇതേപോലെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു 360 വ്യൂ പൂവാറ് കായലിൻ്റെ വ്യൂ കിട്ടും കേട്ടോ ഗൈസ്. അപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് ആ ഫ്രണ്ടിൽ പൊഴിക്കരയിൽ ആ ബോട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് കടലാണ് കേട്ടോ ഗൈസ്. ആ ഒരു കടലും കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്നുകൊണ്ടുള്ള വ്യൂ. അപ്പോൾ നിങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇച്ചിരി ഫുഡ് ലേറ്റ് ആയാലും നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല. നിങ്ങൾ ഈ ഒരു ബാൽക്കണി കയറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ അടിപൊളി സീ ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് പിന്നെ ഇവിടുത്തെ ബാൽക്കണിയിൽ ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ വയറും മനസ്സും ഒക്കെ അങ്ങനെ നിറഞ്ഞ് നമ്മളത് ഇപ്പോൾ ഇവിടുന്ന് ബോട്ടിംഗ് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് കാരിക്കാട് റിസോർട്സിൻ്റെ ബോട്ട് ക്ലബിലോട്ടാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് ഇവിടെ ഫുഡ് കഴിക്കാൻ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം കേട്ടോ ഗൈസ്. നിങ്ങളിപ്പം ബോട്ടിംഗ് പാക്കേജ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് പോയാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാരിക്കാട് റിസോർട്സിൻ്റെ ബോട്ട് ക്ലബിൽ എത്തിയതിന് ശേഷം ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബോട്ട് ക്ലബിൽ നിന്ന് ഇവിടം വരെ അവർ ബോട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ ഗൈസ്. അപ്പം ഒരു ബോട്ടിൽ 7 പേർക്ക് കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ബോട്ട് റെന്റ് ചെയ്ത് വരാം. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരും, അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം അവർ തിരിച്ച് കൊണ്ടാക്കും കേട്ടോ ഗൈസ്. ഗൈസ് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് കാരക്കാട് റിസോർട്ട്സ് കേട്ടോ. അപ്പം ഇവർക്ക് ബോട്ട് ക്ലബ്ബും ഉണ്ട്, അവർക്ക് ഈ ഒരു റിസോർട്ടും ഉണ്ട് കേട്ടോ. ഇതൊരു ഐലൻഡ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഒരു ഐലൻഡിൽ ഇരിക്കുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെ നമുക്ക് ബോട്ടിൽ മാത്രമേ എത്താൻ കഴിയൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു യൂണീക്ക് പ്രോപ്പർട്ടി തന്നെയാണ് ഇത് കേട്ടോ ഗൈസ്. ഇവിടെ അവർക്ക് 6 കോട്ടേജസും പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ കയാക്കിംഗ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും സ്പെഷ്യാലിറ്റീസ് ഒക്കെ അടങ്ങിയ ഒരു റിസോർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ റിസോർട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ആ നമ്പറും ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് VR മലയാളിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇതിന്റെ ഈ ഒരു റിസോർട്ടിന്റെ വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റിസോർട്ടിൽ വരുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.